ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസിനെയും അനീഷിനെയും ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നതിനിടെ നിവിൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. മുഴുവനും കണ്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. നിവിൻ്റെ ഫുഡിനോടുള്ള ആർത്തി മൂലം പുറത്താകുമോ എന്ന ഭയം കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് കൊടുത്ത സീക്രട്ട് ടാസ്കിൽ നിവിന് പകരം ഷാനവാസിനെ എടുത്തത് എന്നാണ് ആര്യനും മറ്റും പറയുന്നത്. പക്ഷേ ഷാനവാസിൻ്റെ കയ്യിലേക്ക് ഈ ഒരു ടാസ്ക് എത്തിയപ്പോഴേക്കും ഗെയിം അങ്ങ് അവസാനിച്ചു പോയിരുന്നു. ഷാനവാസ് അത് പബ്ലിക്കാക്കിയത് കൊണ്ടാണ് കാരണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നിവിൻ പറയുന്നത് തനിക്ക് വ്യക്തമായൊരു ഗെയിം പ്ലാനിങ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിനോട് ടാസ്ക് തരുമോ എന്ന് ചോദിച്ചത്. പക്ഷേ എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ട് എനിക്കത് തന്നില്ല. എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് നഷ്ടപ്പെട്ടത് ഫുഡല്ല, എനിക്ക് ഗെയിം കളിക്കാനുള്ള എൻ്റെ ആഗ്രഹമാണ്, സ്പേസാണ് എന്ന് നിവിൻ വ്യക്തമായി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സീക്രട്ട് ടാസ്ക് ഫുഡ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നിവിന് നന്നായിട്ട് കളിക്കാൻ പറ്റിയേനെ. ഫുഡിനോട് ആർത്തിയാണെങ്കിലും ഇതൊരു സീക്രട്ട് ടാസ്ക് ആയതുകൊണ്ട് തന്നെ കട്ടുന്നതെന്ന ശീലമുള്ളതുകൊണ്ട് നിവിന് അത് കുറച്ചുകൂടെ ആത്മസംയമനമൊക്കെ പാലിച്ച് നല്ല രീതിക്ക് അത് എൻഡിലെത്തിച്ചേനെ. നിവിൻ പറയുന്നുണ്ടല്ലോ, കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ തന്നെ ഫുഡിൻ്റെ സ്മെല്ലും പിന്നെ മറ്റുള്ളവരുടെ ഓവർ ആക്ടിങ് ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനൊരു ടാസ്ക് ആവുമെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് ഒരാഗ്രഹം പറഞ്ഞത് എന്ന്. പക്ഷേ നിവിനെ എല്ലാവരും നൈസായിട്ട് ഒഴിവാക്കുകയായിരുന്നു. പലപ്പോഴും നിവിന് എന്നെ ആരും ഒരിക്കലും വിശ്വസിക്കരുത്, ഞാൻ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിവിനെ ഈ ഒരു ടാസ്കിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്ന് ആര്യൻ പറയുന്നുണ്ട്. ആര്യൻ പറയുന്ന കാരണങ്ങളോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം അതൊരു പക്ഷേ നിവിൻ്റെ സ്ട്രാറ്റജി ആയിരിക്കാം. നിവിൻ പറയുന്നുണ്ട്, ആര്യൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, എനിക്ക് ക്ഷമിക്കാൻ കഴിയേയില്ല. കാരണം ഒറ്റയ്ക്ക് കളിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കളിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ ഒരു ഗെയിമിൽ നിന്നും എന്നെ മാറ്റി നിർത്തിയതിന് ആര്യൻ പറഞ്ഞ കാരണങ്ങളോട് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ഈ ഒരു കാര്യത്തിൽ നിവിൻ്റെ ഭാഗത്താണ് ശരിയെന്ന് തോന്നും. സത്യത്തിൽ ഈ ഒരു ടാസ്ക് നിവിനെയാണ് ബിഗ് ബോസ് ആദ്യമേ ഏൽപ്പിക്കുന്നതെങ്കിൽ ഈ ഒരു ടാസ്ക് വമ്പൻ വിജയമായി മാറിയാൽ. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.